എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ. മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെൻറ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശിവഗിരി സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 90 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFിൻ്റെ മുഖ്യമന്ത്രി EK നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസ് എൻറോളന്റ്, ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയനാർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ആ റിപ്പോർട്ട് ഒന്നുകൂടി പ്രസിദ്ധീകരിക്കുക. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക, ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്.